ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ ഇതിരാജായ തേ നമഃ. എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 25-ാമത്തെ ശ്ലോകം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേ പൂജാ പൂജാ തവ ചരണയോര്യാ വിരചിതാ തദാ ഹി ത്വത്പാദോത് വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹേ ദേശശ്വന്മുകളിതകരോത്തം സമകുടാ. പദച്ഛേദം ചെയ്യാം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോഃ യാ വിരചിതാ തഥാ ഹി ത്വത്പാദഃ വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹി ഏതേ ശശ്വന്മുകളിതകരോത്തം സമകുടാഃ. പദാർത്ഥം പറയാം. ചരണയോഹോ പദാർത്ഥം. ഹേ ശിവേ, അല്ലയോ മംഗളരൂപിണിയായ ദേവി, തവ അങ്ങയുടെ നിന്തിരുവടിയുടെ ചരണയോഹോ പാദങ്ങളിൽ യാതൊരു പൂജ വിരചിത ചെയ്യപ്പെട്ടതായി ഭവിക്കുന്നുവോ സ ആ പൂജ തവ നിന്തിരുവടിയുടെ ത്രിഗുണജനിതാനാം സത്വരജ തമസ്സുകളായ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായവരായ, നമ്മളെല്ലാവരും ഈ ത്രിഗുണങ്ങളിൽ സത്വരജ തമോ ഗുണങ്ങൾ ഉള്ളവരാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ഈ ഭൂമിയിൽ ജനിച്ചവരൊക്കെ അങ്ങനെയാണ്. ഭഗവാൻ പോലും ഭൂമിയിലേക്ക് അവതാരം ചെയ്താൽ അവർക്കും കൂടി ഗുണങ്ങളുണ്ടാവും എന്ന് പറയുന്നു. അവതാരം ചെയ്താൽ മാത്രം, മനുഷ്യാവതാരം എടുത്താൽ അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നു മാത്രം. നമ്മളെപ്പോലെയല്ല, സത്വഗുണം കൂടുതലായി ഇരിക്കും ഭഗവാന്മാർക്ക്. സത്വരജ തമസ്സുകളായ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടായവരായ ത്രയാണാം ദേവാനാം അഭി ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരാകുന്ന 3 ദേവന്മാരുടെയും പൂജയായി ഭവിക്കും. തഥാഹി അങ്ങനെയാണല്ലോ ഏത് ഈ മൂർത്തികൾ ത്വത്പാദാദ്വഹനമണിപീഠസ്യ നികടേ നിന്തിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്ന രത്നപീഠത്തിൻ്റെ സമീപത്തിൽ മുകളിത കരോത്തം സമകുട കൂപ്പുകൈകൊണ്ട് അലങ്കരിക്കപ്പെട്ട കിരീടത്തോടു കൂടിയവരായിട്ട് ശശ്വത് എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നവരാകുന്നുവെന്ന് ആണ് താല്പര്യം. അല്ലയോ സാരം പറയാം. അല്ലയോ മംഗളരൂപിണിയായ ഭഗവതി, നിന്തിരുവടിയുടെ പാദപത്മങ്ങളിൽ യാതൊരു പൂജ ചെയ്യപ്പെടുന്നുവോ ആ പൂജ നിന്തിരുവടിയുടെ സത്വരജ തമസ്സുകളാകുന്ന ത്രിഗുണങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചവരായ ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർക്ക് പൂജയായി ഭവിക്കുന്നു. അതായത് ഭഗവതിയുടെ പാദത്തിലാണ് ഇവരിയ്ക്കുന്നത്. പാദത്തിൽ നീരാജനം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. മുന്നേ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പോൾ പാദത്തിലിരിക്കുമ്പോൾ ഭഗവതിയുടെ പാദ പൂജ ചെയ്യുമ്പോൾ അവർക്കും കൂടി പൂജ ചെയ്യപ്പെട്ടതായിട്ട് ഭവിക്കുന്നു എന്ന്. അപ്പോൾ ഇത്രയും ദേവന്മാരുടെ അനുഗ്രഹവും ഇതിൻ്റെ കൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഉണ്ടാവും എന്ന്. ഭഗവതിയുടെ പാദ പൂജ ചെയ്താൽ ഈ ദേവന്മാരുടെ പാദ പൂജ ചെയ്ത പോലെയും അവരവിടെ ഇരിക്കുന്നതുകൊണ്ട് അവർക്കും കൂടി പൂജ കിട്ടുന്നു എന്ന് പറയുന്നു. അവരുടെ പൂജയായിട്ടും കൂടി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ഈ ത്രിമൂർത്തികൾ തൊഴുകൈകളോടെ മകുടാലങ്കാരത്തോടു കൂടിയവരായിട്ട്, അതായത് എല്ലാവരും ശിരസിൽ മകുടങ്ങൾ രത്നകിരീടം ധരിച്ചുകൊണ്ട് ത്രിമൂർത്തികൾ തൊഴുകൈയോടുകൂടി മകുടാലങ്കാരത്തോടു കൂടിയവരായിട്ട് നിന്തിരുവടിയുടെ പാദങ്ങളെ വഹിക്കുന്നു. രത്നപീഠത്തിൻ്റെ സമീപത്തിൽ എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അവർക്കും ആ പൂജകളുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. ത്രിമൂർത്തികൾ ദേവിയുടെ പാദങ്ങളിൽ ശിരസ് നമിക്കുന്നത് കൊണ്ട് ദേവിക്ക് ചെയ്യുന്ന പൂജ അവർക്കും
ആയി ഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ എല്ലാവർക്കും അതേപോലെ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.